ഹായ്, ഇത് നമ്മൾ മുരിങ്ങക്കായ കൊണ്ടൊരു കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ. ഞാനിവിടെ ഒരു 6-7 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത മുരിങ്ങക്കായ എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരളവിലാട്ടോ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസിലോട്ട് വയ്ക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുക്കറിലോട്ട് 2 തക്കാളി എടുത്തിരിക്കുന്നത്, ഒരു പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു പിടി നിലക്കടല, വറുക്കാത്ത നിലക്കടല എടുത്തിരിക്കുന്നത്, 2 സവാള എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളിയാണ്, 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു വഴണയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിക്കാം. അതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മുരിങ്ങക്കായ ഒന്ന് വെന്തോ നോക്കാം. നമ്മൾ സാധാരണ മുരിങ്ങക്കായ, മാങ്ങ, ചെമ്മീനൊക്കെ ചേർത്ത് വെക്കാറുണ്ടല്ലോ, സാമ്പാറിലും ചേർക്കാറുണ്ട്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നന്നായി വെന്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് കുക്കറിലൊന്ന് വെന്തോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൽ വഴണയില മാത്രം മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റു ചേരുവകളെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ജാറിലോട്ട് ചേർത്ത് അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരിക്കലും ചൂടോടെ അരയ്ക്കരുത്. ഞാനൊരു ചെറിയ ചൂടോടുകൂടി അരച്ചെടുത്തതാണ്. പക്ഷെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടോടുകൂടി അരയ്ക്കാൻ പാടില്ല ഒരിക്കലും. പാനിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത മറ്റ് ഏത് ഓയിൽ വേണേലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടർ ചേർത്തന്നേ ഉള്ളൂ. 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കീറിയതാണ്. അരപ്പും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായയിലുണ്ടായിരുന്ന ആ വെള്ളവും മുരിങ്ങക്കായും കൂടെ ചേർക്കാം. നമ്മൾ മുരിങ്ങക്കായയിൽ ഉപ്പ് ചേർത്തിരുന്നു. അത് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണിത്. ഉപ്പ് നോക്കിയിട്ട് അതിന് ആവശ്യത്തിന് ചേർത്തോളൂ. ഉലുവ ഇലയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. നിർബന്ധമില്ല, മല്ലിയില ചേർത്താലും മതിയാവും. മല്ലിയില ഇഷ്ടപ്പെടാത്തവർക്ക് അതും ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണേലും കുഴപ്പമില്ല. മുരിങ്ങക്കായയിലൊക്കെ മസാല ഒക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്, കണ്ടില്ലേ? തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും കേട്ടോ. വളരെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയല്ലേ ഇത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. ഇതേപോലെ ഒന്ന് ദോശൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ കറി തന്നെയാണിത്. എന്താണേലും അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.